അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുഹ്ഫത്തുൽ മുഹ്താജ്, 7-ാം വാള്യം, കിതാബുൻ നിക്കാഹ്, ദർസ് 42. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുസ്തഹബ്ബു ദയ്യിനത്തുൻ ബിക്റുൻ ലിൽ അംരി ബിഹി മഅ തഅലീലിഹി ബി അന്നഹുന്ന അഅ്ദബു അഫ്വാഹൻ ഐ അലിയനു കലാമൻ ഔ ഹുവ അലാ ളാഹിരിഹി മിൻ അത്യബിയത്തിഹി വ ഹലാവത്തിഹി വ അൻതഖു അർഹാമൻ ഐ അക്സറു ഔലാദൻ ഔ അസ്ഖനു ഇഖ്ബാലൻ വ അർളാ ബിൽ യസീരി മിനൽ അമലി ഐൽ ജിമാഇ വ അഗറു ഗിർറതൻ ബിൽ കസിരി ഐ അബ്അദു മിൻ മഅരിഫത്തി ശിർരി വത്തഫത്തുനി ലഹു വബിൽ ലമ്മി ഐ ഉർറത്തുൽ ബയാളി ഔ ഹുസ്നുൽ ഖൽഖി വ ഇറാദത്തുഹുമാ മഅൻ അജ്വദു. നഅം അസ്സയ്യിബു ഔലാ ലിആജിസിൻ അനിൽ ഇഫ്തിളാലി വലിമൻ ഇൻദഹു ഇയാലുൻ യഹ്താജു ലികാമിലത്തിൻ തഖൂമു അലൈഹിന്ന കമസ്തസ്വബഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ജാബിരിൻ ലിഹാദാ വഫിൽ ഇഹ്യാഇ യുസന്നു അല്ലാ യുസവ്വിജ ബിൻതഹുൽ ബിക്റ ഇല്ലാ മിൻ ബിക്രിൻ ലം യതസവ്വജ് ഖത്തു ലിഅന്ന النفوس ജുബിലത് അലൽ ഈനാസി ബിഅവ്വലി മഅ്ലൂഫിൻ വലാ യുനാഫീഹി മാ തഖററ മിൻ നദ്ബിൽ ബിക്രി വലൗ ലിസ്സയ്യിബി ലിഅന്ന ദാക ഫീമാ യുസന്നു ലിസ്സൗജി വഹാദാ ഫീമാ യുസന്നു ലിൽ വലിയ്യി. ബിക്റുൻ, കന്യകയായ. ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജു ത്വാലിബീനിൽ ദയ്യിനത്തുൻ എന്നതിൻ്റെ സിഫത്തായി രേഖപ്പെടുത്തി ബിക്റുൻ, കന്യകയായ. ഇനി അതിൻ്റെ വിശദീകരണങ്ങളാണ്. ബിക്റുൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അഹ്മദ് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, ലിൽ അംരി, കൽപ്പിച്ചതുകൊണ്ട്, ബിഹി, അത്, ലിൽ അംരി ബിഹി, അതുകൊണ്ട്, കൽപ്പിച്ചതിനാൽ, കന്യകയെ വിവാഹം ചെയ്യണം എന്ന് കൽപ്പിച്ചതിനാൽ, മഅ തഅലീലിഹി, അതിന് കാരണം പറയലോടുകൂടെ, അതിൻ്റെ കാരണം വ്യക്തമാക്കലോടുകൂടെ, കൽപ്പിച്ചതിന് ശേഷം കാരണം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് കാരണം? ബി അന്നഹുന്ന അഅ്ളബു അഫ്വാഹൻ,
ബി അന്ന എന്നതുകൊണ്ട്, ഹുന്ന അവർ, കന്യകകൾ, അഅ്ളബു ഏറ്റവും ആസ്വാദ്യകരമായവരാണ്. അഅ്ളബു ഏറ്റവും ആസ്വാദ്യകരമായവരാണ്. അഫ്വാഹൻ വായകളാൽ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐ അതായത് അല്യനു ഏറ്റവും മയമുള്ളവരാണ്, കലാമൻ സംസാരത്താൽ. കന്യകകളെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞ ഒരു കാരണം, അവർ സംസാരത്താൽ ഏറ്റവും മയമുള്ളവരാണ്. ഔ അല്ലെങ്കിൽ, ഹുവ ഇത്, അഅ്ളബു അഫ്വാഹൻ എന്നത്, അലാ ലാഹിരിഹി അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൻ്റെ മേലിലാണ്, മിൻ അത്യബിയ്യത്തിഹി അത് ഏറ്റവും നല്ലത് ആവലിനാൽ. വായ ഏറ്റവും നല്ലത് ആവലിനാൽ. വഹലാവതിഹി അതിൻ്റെ മാധുര്യത്താലും അതിൻ്റെ ആസ്വാദ്യതയാലും. ഇനി മറ്റൊരു കാരണം, വഅൻതഖു അർഹാമൻ സന്താനങ്ങളാൽ ഏറ്റവും വർദ്ധിച്ചവരുമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ കൂടുതൽ സന്താനങ്ങളുണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളവരുമാണ്. ഇപ്പോൾ സന്താനങ്ങൾ വർദ്ധിച്ചവരാണ് എന്നല്ല, ഭാവിയിൽ കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളവരുമാണ്. വഅൻതഖു അർഹാമൻ എന്നതിൻ്റെ വിശദീകരണം, ഐ അതായത് അക്സറു ഔലാദൻ സന്താനങ്ങളാൽ ഏറ്റവും വർദ്ധിച്ചവരുമാണ്. അതിന്റെ ഉദ്ദേശം പറഞ്ഞല്ലോ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെ കുറിച്ചാണ് ആ പറഞ്ഞത്. വഅൻതഖു അർഹാമൻ എന്നതിന്റെ വിശദീകരണമായി വ അക്സറു ഔലാദൻ എന്ന് പറയാം. ഔ അല്ലെങ്കിൽ അസ്ഖനു ഇഖ്ബാലൻ ഗർഭധാരണം അതിവേഗതയുള്ളവരുമാണ്. വേഗം ഗർഭം ധരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവരുമാണ്. വഅൻതഖു അർഹാമൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? വ അക്സറു ഔലാദൻ എന്നാണോ വ അസ്ഖനു ഇഖ്ബാലൻ എന്നാണോ? ആദ്യം ഒരു വിശദീകരണം പറഞ്ഞു, അക്സറു ഔലാദൻ അല്ലെങ്കിൽ അസ്ഖനു ഇഖ്ബാലൻ.
തുഹ്ഫത്തുൽ മുഹ്താജിലെ ഈ ഇബാറത്ത് ഇതുപോലെ നിഹായത്തുൽ മുഹ്താജിലും കാണാം. വഅൻതഖു അർഹാമൻ എന്നതിൻ്റെ വിശദീകരണമായി നിഹായത്തുൽ മുഹ്താജിൽ ഐ അക്സർ ഔലാദൻ എന്ന് കൊടുക്കുകയും പിന്നീട് വ അർളാ ബിൽ യസീരി മിനൽ അമലി എന്നാണ് നിഹായത്തുൽ മുഹ്താജിലുള്ളത്. അതുവരെയുള്ള ഇബാറത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വഅൻതഖു അർഹാമൻ ഐ അക്സർ ഔലാദൻ, ഇതുവരെയുള്ള ഇബാറത്ത് ലിൽ അംരി ബിഹി മഅ തഅലീലിഹി മുതൽ വഅൻതഖു അർഹാമൻ ഐ അക്സർ ഔലാദൻ എന്ന് ഉൾപ്പെടെയുള്ള ഇബാറത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തുഹ്ഫത്തുൽ മുഹ്താജിൽ ഉള്ള അതുപോലെ തന്നെ ഒരക്ഷരം പോലും മാറ്റമില്ലാതെ നിഹായത്തുൽ മുഹ്താജിലും കാണാം. എന്നാൽ വ അൻതഖു അർഹാമൻ എന്നതിൻ്റെ വിശദീകരണമായി തുഹ്ഫത്തുൽ മുഹ്താജിൽ ഐ അക്സർ ഔലാദൻ എന്ന് എഴുതിയതിനു ശേഷം ഔ അസ്ഖനു ഇഖ്ബാലൻ എന്നുണ്ടല്ലോ. എന്നാൽ നിഹായത്തുൽ മുഹ്താജിൽ ഐ അക്സർ ഔലാദൻ എന്ന് വിശദീകരിച്ചു. അതിനുശേഷം ഔ അസ്ഖനു ഇഖ്ബാലൻ എന്ന് നിഹായത്തുൽ മുഹ്താജിൽ ഇല്ല. അതുവരെയുള്ളത് ഒരു മാറ്റമില്ലാതെ ഒരു അക്ഷരം പോലും വ്യത്യാസമില്ലാതെ നിഹായത്തുൽ മുഹ്താജിലും ഉണ്ട്. എന്നാൽ ഔ അസ്ഖനു ഇഖ്ബാലൻ എന്ന് ഇല്ല എന്നേ ഉള്ളൂ. അതിനുശേഷം വ അർളാ ബിൽ യസീരി മിനൽ അമലി അയിൽ ജിമാഇ വ അഗറു ഗിർറതൻ ബിൽ കസ്രി ഐ അബ്അദു മിൻ മഅരിഫത്തി ശർരി വ തഫത്തുനി ലഹു വ ബിൽ ളമ്മി ഐ ഗുർറത്തുൽ ബയാദി തുടങ്ങി കുറേ ഇബാറത്തുകൾ തുഹ്ഫത്തുൽ മുഹ്താജിലുള്ള അതേപോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ നിഹായത്തുൽ മുഹ്താജിലും കാണാം. ഇടയിലുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവിടെ ഇല്ലാത്തത്. വ അർളാ ഏറ്റവും തൃപ്തിപ്പെടുന്നവരുമാണ് ബിൽ യസീരി കുറഞ്ഞതുകൊണ്ട് അല്പം കൊണ്ട് മിനൽ അമലി ക്രിയയാൽ. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അയിൽ ജിമാഇ അതായത് സംയോഗത്തിനാൽ. വ അഗറു ഗിർറതൻ വ അഗറു ഏറ്റവും സുന്ദരവുമാണ് ഗിർറതൻ മറയാൽ. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വ അഗറു ഗിർറതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ അബ്അദു മിൻ മഅരിഫത്തി ശർരി വ തഫത്തുനി ലഹു എന്നാണ്. ഇവിടെ വ അഗറു ഗിർറതൻ ഗിർറതൻ എന്ന് വായിക്കുമ്പോൾ ബിൽ കസ്രി കസ്ർ കൊണ്ട് ഗിർറതൻ എന്ന് വായിക്കുമ്പോൾ ഐ അതായത് ഏതിന്റെ വിശദീകരണമാണ് പറയുന്നത്? വ അഗറു ഗിർറതൻ എന്നതിന് വിശദീകരണം. ഇനി വ അഗറു ഗുർറതൻ എന്ന് വായിക്കുകയാണെങ്കിലോ അതിന്റെ വിശദീകരണം ശേഷം വരുന്നുണ്ട്. വ അഗറു ഗിർറതൻ
എന്നതിന്റെ വിശദീകരണമാണ് പറയുന്നത്. അബ്അദു മിൻ മഅരിഫത്തി ശർരി വത്തഫത്തുനി ലഹു. തിന്മ അറിയുന്നതിൽ നിന്നും ഉൾക്കൊള്ളുന്നതിൽ നിന്നും ഏറ്റവും അകന്നവരുമാണ് കന്യകകൾ അകന്യകകളെ അപേക്ഷിച്ച് തിന്മ അറിയുന്നതിൽ നിന്നും ഉൾക്കൊള്ളുന്നതിൽ നിന്നും ഏറ്റവും അകന്നവരുമാണ്. തഫത്വന എന്നതിൻ്റെ മസ്ദറാണ് തഫത്തുൻ. അതിൽ അലിഫ്ലാം കൊടുത്തതാണ്. തഫത്വന അവൻ ഉൾക്കൊണ്ടു. ഇവിടെ വത്തഫത്തുനി എന്നാണുള്ളത്. വത്തഫത്തുനി ഉൾക്കൊള്ളുന്നതിൽ നിന്നും ലഹു അത് ഏത് തിന്മ. വബിൽ ലമ്മി ലമ്മ് കൊണ്ട്, അതായത് വഅഗറു ഗുർറത്തൻ എന്ന് വായിക്കുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഅഗറു ഏറ്റവും സുന്ദരവുമാണ്, ഗുർറത്തൻ വെളുപ്പ് നിറത്താൽ. വബിൽ ലമ്മി ലമ്മ് കൊണ്ട് ഉറത്തൻ ഉറത്തൻ എന്ന് വായിക്കുകയാണെങ്കിൽ വഅഗറു ഉറത്തൻ എന്ന് വായിക്കുകയാണെങ്കിൽ ഐ അതായത് ഉറത്തുൽ ബയാലി വെളുപ്പ് നിറമാണ്. ഉറത്ത് എന്ന പദത്തിന് തന്നെ വെളുപ്പ് എന്നർത്ഥമുണ്ട്. ഉറത്ത് എന്നതിന് നിറം എന്നും അർത്ഥമുണ്ട്, മുന്തിയത് എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഉറത്തുൽ ബയാലി വെളുപ്പ് നിറമാണ്. വഅഗറു ഗുർറത്തൻ വെളുപ്പ് നിറത്താൽ ഏറ്റവും സുന്ദരവുമാണ്. ഔ അല്ലെങ്കിൽ ഹുസ്നുൽ ഖൽഖി സൃഷ്ടിപ്പിലെ സൗന്ദര്യമാണ്, സൃഷ്ടിപ്പിലെ അഴകാണ്, സൃഷ്ടിപ്പിലെ ഭംഗിയാണ്. വ ഇറാദത്തുഹുമാ ഇവ രണ്ടും ഉദ്ദേശിക്കൽ, അതായത് വഅഗറു ഗിർറത്തൻ എന്ന് പറയുമ്പോഴുള്ള അർത്ഥം തിന്മ അറിയുന്നതിൽ നിന്നും ഉൾക്കൊള്ളുന്നതിൽ നിന്നും ഏറ്റവും അകന്നവരുമാണ്. അതുപോലെ വഅഗറു ഗുർറത്തൻ എന്ന് പറയുമ്പോൾ വെളുപ്പ് നിറത്താൽ ഏറ്റവും സുന്ദരവുമാണ്. സൃഷ്ടിപ്പിലെ സൗന്ദര്യത്താൽ ഏറ്റവും നല്ലതുമാണ്. ഈ രണ്ട് അർത്ഥവും ഉദ്ദേശിക്കൽ മഅൻ ഒപ്പം രണ്ടും കൂടി ഉദ്ദേശിക്കൽ അജ്വദു ഏറ്റവും നല്ലതാണ്, കൂടുതൽ മെച്ചമാണ്. ഇപ്പോൾ കന്യകകളെ വിവാഹം ചെയ്യൽ സുന്നത്താണ്. അതിൻ്റെ കാരണം പറഞ്ഞു, ആ കാരണം വിശദീകരിക്കുകയും ചെയ്തു. ഹദീസിൽ വന്ന പദങ്ങളുടെ ആശയങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു.
ഇവിടെ തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തിയ, അതുപോലെ നിഹായത്തുൽ മുഹ്താജിലും രേഖപ്പെടുത്തിയ പല ഇബാറത്തുകളും ഹദീസിൽ നിന്ന് എടുത്തതാണ്. ആ ഹദീസ് വായിക്കാം. അലൈക്കും ബിൽ അബ്കാരി ഫഇന്നഹുന്ന അഅദബു അഫ്വാഹൻ വഅൻതഖു അർഹാമൻ വഅർളാ ബിൽ യസീരി. ഈ ഹദീസിന്റെ തുടക്കത്തിലുള്ള ഭാഗം അലൈക്കും ബിൽ അബ്കാരി എന്ന് ഇവിടെ തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലും ഉദ്ധരിച്ചിട്ടില്ല. എന്നാൽ മുഗ്നിൽ മുഹ്താജിൽ ഉള്ളത് ഇങ്ങനെയാണ്: വറവ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അലൈക്കും ബിൽ അബ്കാരി ഫഇന്നഹുന്ന അഅദബു അഫ്വാഹൻ. എന്നിട്ട് അത് വിശദീകരിച്ചു, ഐ അൽയനു കലിമതൻ. എന്നിട്ട് ബാക്കി പറഞ്ഞു വ അൻതഖു അർഹാമൻ. എന്നിട്ട് അത് വിശദീകരിച്ചു, ഐ അക്സറു ഔലാദൻ വ അർളാ ബിൽ യസീരി. തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലും ആ ഹദീസിലെ കാരണം പറഞ്ഞ ഭാഗം അത് ഉദ്ധരിച്ചു. കാരണം തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലും മഅ തഅലീലിഹി ബി അന്നഹുന്ന അഅദബു അഫ്വാഹൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ഹദീസിൽ കാരണം പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞു ഫഇന്നഹുന്ന, കാരണം തീർച്ചയായും അവർ. ഹദീസിലുള്ളത് ഫഇന്നഹുന്ന, കാരണം തീർച്ചയായും അവർ എന്നാണ്. എന്നാൽ മഅ തഅലീലിഹി ബി അന്നഹുന്ന എന്നാണ് തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലും ഉള്ളത്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും. കാരണം ഇവിടെ ആ ആശയം രേഖപ്പെടുത്തലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ ഹദീസിലുള്ളതുപോലെ രേഖപ്പെടുത്തൽ ഉദ്ദേശിച്ചിട്ടില്ല. അഅദബു അഫ്വാഹൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് അൽയനു കലാമൻ എന്നാണ് തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മുഗ്നിൽ മുഹ്താജിൽ അൽയനു കലിമത്തൻ എന്നാണ് ഉള്ളത്. കലാമൻ എന്നതിന് പകരം മുഗ്നിയിൽ കലിമത്തൻ എന്നാണ്. ആശയം ഒന്ന് തന്നെയാണ്. വ അൻതഖു അർഹാമൻ, എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മുഗ്നിൽ മുഹ്താജിൽ ഐ അക്സറു ഔലാദൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലും ഉള്ളത്. എന്നാൽ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഔ അസ്ഖനു ഇഖ്ബാലൻ എന്നും കൂടിയുണ്ട്. നഅം, എങ്കിലും, അസ്സയീബു, അകന്യക, കന്യകാത്വം നീങ്ങിയവൾ, ഔല, ഏറ്റവും നല്ലതാണ്. അകന്യകയെ വിവാഹം ചെയ്യൽ ഏറ്റവും നല്ലതാണ്. ലി ആജിസിൻ, അശക്തന്, അനിൽ ഇഫ്തിളാലി, കന്യാചർമ്മ ഛേദത്തിന്, കന്യാചർമ്മം പൊട്ടിക്കാൻ, കന്യാചർമ്മം നീക്കാൻ. ഇഫ്തിളാൽ എന്നത് മസ്ദറാണ്. ഇഫ്തല്ല യഫ്തല്ലു, ഇഫ്തല്ലൽ ബക്കാറത്ത, അവൻ കന്യാചർമ്മം നീക്കി.
വലിമൻ ഒരുത്തനും, ഇൻദഹു അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്, റിയാലുൻ കുടുംബം, യഹ്താജു അദ്ദേഹം ആവശ്യമാകും, ലികാമിലത്തിൻ സമ്പൂർണയായ സ്ത്രീയിലേക്ക്, തികവുള്ള സ്ത്രീയിലേക്ക്, തഖൂമു അവൾ പുലർത്തും, അലൈഹിന്ന അവരെ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫഅഹ്ബബ്തു അൻ അജീഅ ബിംറഅത്തിൻ തഖൂമു അലൈഹിന്ന വതുസ്ലിഹുഹുന്ന, അവരുടെ കാര്യം ഏറ്റെടുക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവരാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ജാബിർ റളിയല്ലാഹുവിന് സഹോദരിമാരുണ്ട്. ആ സഹോദരിമാരുടെ കാര്യം ഏറ്റെടുക്കുകയും ആ സഹോദരിമാർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്ന നല്ല പക്വതയുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവരാനാണ് ജാബിർ റളിയല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയിലേക്ക് ആവശ്യമാകുന്ന ഒരാളാണ്. അങ്ങനത്തെ ആൾക്കും അകന്യകയെ വിവാഹം ചെയ്യലാണ് ഏറ്റവും നല്ലത്. അകന്യകയായ നല്ല പക്വതയുള്ള സ്ത്രീയെ, അവിടെ പക്വത ഉണ്ടാകണം എന്നതാണ് പ്രധാനം. അതായത് ഈ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഏറ്റെടുക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യാൻ കഴിവുള്ള, അതിനുള്ള പക്വതയുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്യൽ അയാൾക്ക് സുന്നത്താണ്. അതാണ് അയാൾക്ക് നല്ലത്, അതാണ് ഉദ്ദേശിച്ചത്. കമസ്തസ്വബഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയെന്ന് അംഗീകരിച്ചതുപോലെ ഇസ്തസ്വബ എന്നതിൻ്റെയും ഇസ്തസ്വാബ എന്നതിൻ്റെയും അർത്ഥം അവിടുന്ന് ശരിയെന്ന് അംഗീകരിച്ചു എന്നാണ്. കമസ്തസ്വബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, കമ ഒന്നുപോലെ, ഇസ്തസ്വബ അവിടുന്ന് ശരിയെന്ന് അംഗീകരിച്ചു, ഹു അതിനെ. അപ്പൊ കൂട്ടി പറയുമ്പോ കമസ്തസ്വബഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയെന്ന് അംഗീകരിച്ചതുപോലെ, മിൻ ജാബിരിൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട്, ലിഹാദ ഇതിന്, ഏതിന്? കുടുംബത്തിന്റെ കാര്യം, അതായത് വിവാഹം ചെയ്യുന്ന ആ വരന്റെ കുടുംബത്തിന്റെ കാര്യം ഏറ്റെടുക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യാൻ കഴിവുള്ള, അതിനുള്ള പക്വതയുള്ള, തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ ജാബിർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിവെച്ചു. അത് ശരിയാണ്, ആ തീരുമാനം ശരിയാണെന്ന് അംഗീകരിച്ചു. അതുപോലെ
വഫിൽ ഇഹ്യായിലുണ്ട്, ഇഹ്യാഉ ഉലൂമിദ്ദീൻ എന്ന കിതാബിലുണ്ട്. യുസന്നു സുന്നത്താക്കപ്പെടും, അല്ലാ യുസവ്വിജ വിവാഹം ചെയ്തു കൊടുക്കാതിരിക്കൽ. ആര്? വലിയ്. അദ്ദേഹം വിവാഹം ചെയ്തു കൊടുക്കാതിരിക്കൽ, അതായത് രക്ഷിതാവ് വിവാഹം ചെയ്തു കൊടുക്കാതിരിക്കൽ. ആരെ? ബിൻതഹുൽ ബിക്ര, അദ്ദേഹത്തിന്റെ കന്യകയായ മകളെ. ഇല്ലാമിൻ ബികിരിൻ, അവിവാഹിതനല്ലാതെ. ഒന്നുകൂടി പറയാം. വഫിൽ ഇഹ്യാഉ ഉലൂമിദ്ദീനിലുണ്ട് യുസന്നു അല്ലാ യുസവ്വിജ ബിൻതഹുൽ ബിക്ര ഇല്ലാ മിൻ ബികിരിൻ ലം യതസവ്വജ് ഖത്തു. ആശയം വിശദീകരിക്കാം. ഒരു വലിയിന് അദ്ദേഹത്തിന്റെ കന്യകയായ മകളെ അവിവാഹിതനല്ലാതെ, തീരെ വിവാഹം ചെയ്യാത്ത വ്യക്തിക്ക് അല്ലാതെ വിവാഹം ചെയ്തു കൊടുക്കാതിരിക്കൽ സുന്നത്താക്കപ്പെടും. അപ്പോൾ കന്യകയായ മകളെ തീരെ വിവാഹം ചെയ്യാത്ത, മുമ്പ് തീരെ വിവാഹം ചെയ്യാത്ത വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കലാണ് രക്ഷിതാവിന് സുന്നത്ത് എന്നാണ് ഇഹ്യാഉ ഉലൂമിദ്ദീനിൽ രേഖപ്പെടുത്തിയതിന്റെ ആശയം. ബികിരിൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ലം യതസവ്വജ് എന്ന് രേഖപ്പെടുത്തിയത്. ലം യതസവ്വജ്, അവൻ വിവാഹം ചെയ്തിട്ടില്ല. ഇനി സിഫത്തായി അർത്ഥം നോക്കുമ്പോ ഇല്ലാ മിൻ ബികിരിൻ ലം യതസവ്വജ് ഖത്തു, ഒരിക്കലും വിവാഹം ചെയ്യാത്ത വ്യക്തിക്കല്ലാതെ. ബിക്കിരിൻ എന്നതിന് ഇവിടെ അവിവാഹിതൻ എന്നാണ് അർത്ഥം. അപ്പോ അങ്ങനെ അർത്ഥം വെച്ചാൽ പിന്നെ ലം യതസവ്വജ് എന്നൊരു സിഫത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ബിക്കിരിൻ എന്നതിന് അവിവാഹിതൻ എന്ന അർത്ഥം തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ലം യതസവ്വജ് എന്ന സിഫത്ത് പറയേണ്ട ആവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ ഇവിടെ ബികിരിൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവിവാഹിതനെയാണ് എന്ന് വ്യക്തമാകാൻ വേണ്ടിയാണ് ലം യതസവ്വജ് ഖത്തു, ഒരിക്കലും വിവാഹം ചെയ്യാത്ത എന്ന സിഫത്ത് പറഞ്ഞത്. ലി അന്നൻ നുഫൂസ, കാരണം തീർച്ചയായും വ്യക്തികൾ ജുബിലത്ത്, അവരുടെ സ്വഭാവമായിരിക്കുന്നു, അവരുടെ പ്രകൃതമായിരിക്കുന്നു, ആ വ്യക്തികളുടെ പ്രകൃതമാണ്. ഇനി ശരീരങ്ങൾ എന്നർത്ഥം വെച്ചാൽ അന്നുഫൂസ എന്നതിന് ശരീരങ്ങൾ എന്നർത്ഥം വെച്ചാൽ അന്നുഫൂസ ശരീരങ്ങൾ, ജുബിലത്ത് അവയുടെ പ്രകൃതമായിരിക്കുന്നു, അവയുടെ പ്രകൃതമാണ് എന്നാണ് ആശയം. അലൽ ഈനാസി, ഇണക്കത്തോടെ വർത്തിക്കൽ. ഇണക്കത്തോടെ വർത്തിക്കൽ ആ വ്യക്തികളുടെ പ്രകൃതമാണ്. ഇണക്കത്തോടെ വർത്തിക്കൽ ആ ശരീരങ്ങളുടെ പ്രകൃതമാണ്. ആനസ യൂനിസു എന്നതിൻ്റെ മസ്ദറാണ് ഈനാസ്.
ആനസ അവൻ ഇണക്കത്തോടെ വർത്തിച്ചു, യൂനിസു അവൻ ഇണക്കത്തോടെ വർത്തിക്കുന്നു, അവൻ ഇണക്കത്തോടെ വർത്തിക്കും. ഈനാസ് ഇണക്കത്തോടെ വർത്തിക്കൽ. അലൽ ഈനാസി ഇണക്കത്തോടെ വർത്തിക്കൽ. ബി അവരി ഒന്നാമത്തവനോട്, മഅ്ലൂഫിൻ ഇടപഴകപ്പെട്ടവരിൽ നിന്ന്. മഅ്ലൂഫിൻ എന്നതിൻ്റെ നേരെ അർത്ഥം ഇടപഴകപ്പെട്ടവൻ എന്നാണ്. ബി അവലി മഅ്ലൂഫിൻ ഇടപഴകപ്പെട്ടവരിൽ നിന്ന് ഒന്നാമത്തവനോട്. ഇടപഴകപ്പെട്ടവരിൽ നിന്ന് ഒന്നാമത്തവനോട് ഇണക്കത്തോടെ വർത്തിക്കൽ. ഇണക്കത്തോടെ വർത്തിക്കൽ വ്യക്തികളുടെ ജന്മ സ്വഭാവമാണ്, വ്യക്തികളുടെ പ്രകൃതമാണ്. അപ്പോൾ ഒരു മകളെ, കന്യകയായ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ മുമ്പൊരിക്കലും തീരെ വിവാഹം ചെയ്യാത്ത ഒരു യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ മകൾക്ക് ആ വ്യക്തിയുമായി കൂടുതൽ ഇണക്കത്തോടെ വർത്തിക്കാൻ അത് കൂടുതൽ ഉപകാരപ്പെടും. വലാ യുനാഫീഹി ഇതിന് വിരുദ്ധമാകുകയില്ല. നാഫ യുനാഫി, നാഫ വിരുദ്ധമായി, യുനാഫി വിരുദ്ധമാകും. ലാ യുനാഫി വിരുദ്ധമാകുകയില്ല. വലാ യുനാഫിഹി ഇതിന് വിരുദ്ധമാകുകയില്ല. മാ തഖറ സ്ഥിരപ്പെട്ടത്, ഉറച്ചത്. എന്താണ് സ്ഥിരപ്പെട്ടത്? മിൻ നദ്ബിൽ ബിക്കിരി കന്യകയെ വിവാഹം ചെയ്യൽ സുന്നത്താകലിനാൽ. കന്യകയെ വിവാഹം ചെയ്യൽ സുന്നത്താണ് എന്ന് പറഞ്ഞല്ലോ, അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിനോട് മുകളിൽ പറഞ്ഞത് എതിരാവുകയില്ല. വലൗലി സയ്യിബി അത് സയ്യിബിനാണെങ്കിലും ശരി. ഇവിടെ സയ്യിബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വിവാഹിതനാണ്. ഒരു വിവാഹിതനായ പുരുഷൻ വീണ്ടും വിവാഹം ചെയ്യുകയാണെങ്കിലും കന്യകയെ വിവാഹം ചെയ്യൽ സുന്നത്തുണ്ടോ? സുന്നത്തുണ്ട്. അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. തൊട്ടു മുൻപ് പറഞ്ഞത് ഇതിനോട് എതിരാവുകയില്ല. എന്താ കാരണം? എതിരാവാതിരിക്കാൻ കാരണം എന്താ? ലി അന്ന ദാക കാരണം തീർച്ചയായും അത് ഫീമാ യുസന്നു ലിസൗജി വരന് സുന്നത്താക്കപ്പെട്ടതിലാണ്. വരനുള്ള സുന്നത്താണ് അവിടെ പറഞ്ഞത്. ഒരു വരൻ, ആ വരന് സുന്നത്തായ കാര്യം എന്താണ്? ഒരു കന്യകയെ വിവാഹം ചെയ്യൽ എന്നതാണ്. അതാണ് അവിടെ പറഞ്ഞത്. വഹാദ ഇത് ഫീമ ഒന്നിലാണ്. യുസന്നു സുന്നത്താക്കപ്പെടും ലിൽ വലിയ രക്ഷിതാവിന്. ഒരു രക്ഷിതാവിന് സുന്നത്ത് എന്താണ്? കന്യകയായ മകളെയാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും വിവാഹം കഴിക്കാത്ത ഒരു പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കണം. അതാണ് ആ വലിയ സുന്നത്ത്. അപ്പോ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വിവാഹം ചെയ്യുന്ന പുരുഷന് സുന്നത്ത് ഒരു കന്യകയെ വിവാഹം ചെയ്യലാണ്. ഒരു രക്ഷിതാവ് കന്യകയായ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ രക്ഷിതാവിന് സുന്നത്ത് ആ കന്യകയായ മകളെ അവിവാഹിതനായ വ്യക്തിക്ക്, മുമ്പ് തീരെ വിവാഹം ചെയ്യാത്ത വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കലാണ്. ഇവ തമ്മിൽ എതിരാകുന്നില്ല. അപ്പോൾ ഒരു രക്ഷിതാവ് കന്യകയായ മകളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ മുൻപ് തീരെ വിവാഹം ചെയ്യാത്ത
ഒരു വ്യക്തിയെ കണ്ടെത്തി വിവാഹം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അയാൾക്ക് സുന്നത്ത് എന്താ? കന്യക വിവാഹം ചെയ്യൽ തന്നെയാണ്. എന്നാൽ കന്യകയല്ലാത്ത പെണ്ണിനെ വിവാഹം ചെയ്യൽ സുന്നത്തുള്ള ആളില്ലേ? ഉണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ. 2 തരം ആൾക്കാർ അവിടെ പറഞ്ഞു. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ഒരു പുരുഷൻ വിവാഹം ചെയ്യുമ്പോൾ ആ പുരുഷന് കന്യകയെ വിവാഹം ചെയ്യലാണോ അകന്യകയെ വിവാഹം ചെയ്യലാണോ സുന്നത്ത്? രണ്ടും വ്യക്തമായി മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷിതാവ് മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ആ മകൾ കന്യകയാണോ അകന്യകയാണോ? കന്യകയാണെങ്കിൽ മുമ്പ് തീരെ വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കലാണ് സുന്നത്ത്. അകന്യകയാണെങ്കിലോ അത് മുമ്പ് വിവാഹം ചെയ്തു കൊടുത്ത വ്യക്തിക്ക് തന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിനും വിരോധമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ പരസ്പരം എതിരായി വരുന്നില്ല. ഇവിടെ ഒരു വൈരുദ്ധ്യവും ഇല്ല. അപ്പോൾ വൈരുദ്ധ്യം ഇല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വലാ യുനാഫീഹി മാ തഖററ മിൻ നദ്ബിൽ ബിക്രി വലൗ ലിസയ്യിബി ലിഅന്ന ദാക ഫീമാ യുസന്നു ലിസൗജി വഹാദാ ഫീമാ യുസന്നു ലിൽ വലി. അപ്പോൾ വൈരുദ്ധ്യം ഇല്ല. എന്തുകൊണ്ട്? ഈ വൈരുദ്ധ്യം ഇല്ല എന്നതിന്റെ കാരണമാണ് ലിഅന്ന ദാക ഫീമാ യുസന്നു ലിസൗജി. കാരണം തീർച്ചയായും അത് വരന് സുന്നത്തുള്ള കാര്യങ്ങളിലാണ്. വഹാദ ഇത് ഫീമാ യുസന്നുലിൽ വലിയി, വലിയിന് സുന്നത്തുള്ള കാര്യങ്ങളിലാണ്. അപ്പൊ പിന്നെ അവിടെ വൈരുദ്ധ്യം ഉണ്ടാവില്ല. തുഹ്ഫത്തുൽ മുഹ്താജ്, നിഹായത്തുൽ മുഹ്താജ് എന്നിവ തമ്മിലുള്ള സാമ്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഭാഗം വളരെ കുറഞ്ഞ ഭാഗം മാത്രമാണ് തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലും ഇബാറത്തിൽ മാറ്റമുള്ളത്. കുറേ ഭാഗം തുഹ്ഫത്തുൽ മുഹ്താജിൽ ഉള്ളതുപോലെ തന്നെ നിഹായത്തുൽ മുഹ്താജിലും ഉണ്ട്. വ അർളാ ബിൽ യസീരി മിനൽ അമലി അയിൽ ജിമാഇ വ അഗറു ഗിറത്തൻ ബിൽ കസ്രി ഐ അബ്അദു മിൻ മഅരിഫത്തി ശർരി വ തഫത്തുനി ലഹു വബിൽ ലമ്മി ഐ ഗുറത്തുൽ ബയാലി. അവിടെ മുതൽ വഫിൽ ഇഹ്യാഇ വരെയുള്ള ആ ഭാഗം തുഹ്ഫത്തുൽ മുഹ്താജിൽ ഉള്ളതുപോലെ തന്നെയാണ് നിഹായത്തുൽ മുഹ്താജിലും ഉള്ളത്. വഫിൽ ഇഹ്യാഇ എന്നാണല്ലോ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഉള്ളത്. എന്നാൽ അവിടെ നിഹായത്തുൽ മുഹ്താജിൽ ഇബാറത്തിൽ മാറ്റമുണ്ട്. അവിടെ എങ്ങനെയാണ് നിഹായത്തുൽ മുഹ്താജിൽ ഉള്ളത്? നിഹായത്തുൽ മുഹ്താജ് 6-ാം വാള്യം 184-ാം പേജിൽ നോക്കിയാൽ കാണാം വയുന്തബു കമാഫിൽ ഇഹ്യാഇ അല്ലാ യുസവ്വിജ ഇബ്നതഹുൽ ബിക്ര ഇല്ലാ മിൻ ബിക്രിൻ ലം യതസവ്വജ് ഖത്തു എന്നാണ് നിഹായത്തുൽ മുഹ്താജിൽ ഉള്ളത്. വളരെ നന്നായി ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഭാഗമാണ്. നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം. ഹദീസിലെ ചില പദങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പദങ്ങളാണ്. അല്ലാഹു തആല നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇഹലോകത്തും പരലോകത്തും അല്ലാഹു തആല നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.